ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡോർ വ്ളോഗിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മക്കളെയും കൊണ്ട് ഇവിടെ മംസാർ പാർക്കിനുള്ള സ്വിമ്മിംഗ് പൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതിനുള്ളിലേക്ക് കയറുന്നതിനായിട്ട് ഒരു എൻട്രി ഫീ ഉണ്ട്. 30 dirhams ആണ് അതിൻ്റെ. കാർ ഉള്ളിൽ കയറ്റുന്നതിനുള്ള ഒരു പാർക്കിംഗ് ഒരു ഫീ ആണ്. പിന്നെ സ്വിമ്മിംഗ് പൂളിനുള്ളിൽ കയറുന്നതിന് കിഡ്സിന് 5 dirhams, അഡൾട്ട്സിന് 10 dirhams കേട്ടോ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ എന്തൊക്കെയാണ് അപ്രോപ്രിയേറ്റ് സ്വിമ്മിങ്സ് യൂസ് ചെയ്തൊക്കെ ഡ്രസ്സ് അതിനുള്ളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഇതിനുള്ളിൽ അലൗഡ് ആയിട്ടുള്ളൂ. പൈസൂന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോവാണ്. പൈസയാണ് കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇക്കാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബീച്ചിൽ പോകണം, ഇങ്ങനെ അവിടെ പുറത്ത് പോയി എങ്ങനെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഐസയാണ് കുറേ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ മംസാറിൽ പോകാമെന്ന് പറഞ്ഞ് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മംസാർ ബീച്ചിൽ എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ടെമ്പററിലി അവർ ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ അവിടെ നമുക്ക് കയറാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നൊക്കെ ഇക്ക പറയുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇവരെ ഇറങ്ങുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. രണ്ടുപേർക്കും അസാനും ഐസാക്കാണെങ്കിലും പേടിയായിരുന്നു. ഇപ്പോൾ മുന്നേ ഒരു പ്രാവശ്യം ബീച്ചിൽ കൊണ്ടുപോയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നത്. പോകണം, ബീച്ചിൽ പോകണം, ഇങ്ങനെ വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സ്വിമ്മിംഗ് പൂൾ ആകുമ്പോഴത്തേക്കും പിന്നെ വലിയ നമുക്ക് ടെൻഷനില്ലല്ലോ. അപ്പോൾ അതിനുള്ളിൽ അവർ കളിച്ചോളും. ഇതിപ്പം കിഡ്സിൻ്റെ സ്വിമ്മിംഗ് പൂളാട്ടോ. അപ്പോൾ അധികം ആഴമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനപ്പുറത്തായിട്ട് തന്നെ അഡൾട്ട്സിൻ്റെയും പിന്നെ വലിയ കുട്ടികൾക്കും ഒക്കെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അത് അവർക്ക് കുറച്ച് ആഴം കൂടുതലാണ്. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ആദ്യം വലിയൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഐസാങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് അകത്തോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ മുഖത്തൊക്കെ വെള്ളമായപ്പോൾ പിന്നെ ഒരു പേടിയായി അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങുന്നില്ല എന്നും പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഈ അസാൻ കളിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ആൾ പതിയെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളായിരുന്നു അവിടെ ബഹളം ഫുള്ള്. അപ്പം അസാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, മൂക്കിൽ വെള്ളം കയറുന്നു, തുടച്ചു കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അസാൻ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഐസാക്ക് ഇങ്ങനെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഫ്രണ്ടിലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങുകയാണ് ചെയ്തത്. വാങ്ങിയിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബീച്ചിൽ പോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ബീച്ച് ക്ലോസ്ഡ് ആയതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ. അപ്പം ഡ്രസ്സ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതിപ്പം 8:30 വരെയാണ് ടൈമുള്ളത്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അവിടെ നിന്ന് വന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ഡ്രസ്സ് അലൗഡ് അല്ല എന്നുള്ളത്. നമുക്കറിയാം, ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങനെ മുനിസിപ്പാലിറ്റീൻ്റെ ആളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈൻ അടിക്കും പെട്ടെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ ഒരു അഡൽട്ട് എന്തായാലും നിൽക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കൊന്നും അപ്പുറത്തെ സൈഡിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പോയി ഒന്ന് കറങ്ങി നോക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഫുൾ അവിടെ കളിയാണ്. ഐസ പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ബീച്ചിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ സ്വിം ചെയ്യും എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് പഠിച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവിടെ ഭയങ്കര സ്വിമ്മിങ് ആയിരുന്നു. പിന്നെ അവസാനം ഇങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ. ലാസ്റ്റ് ടൈം വെക്കേഷനിൽ നമ്മൾ സ്വിമ്മിങ്ങിന് വിടട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പോയില്ല, വെള്ളത്തിലിറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സ്വിമ്മിങ്ങിന് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐസ പിന്നെ ഭയങ്കര സ്വിമ്മിങ്ങും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 8:30 വരെയേ ഉള്ളൂ ടൈം. പക്ഷേ അവർ ഒരു 8:45, 8:50 വരെയൊക്കെ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷവും പിന്നെ പിള്ളേരിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഐസാൻ്റെ പിന്നെ ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തലയൊന്നും നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അസാൻ ഇങ്ങനെ കാലൊക്കെ പൊങ്ങി വെച്ചിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ശരിയാവുന്നില്ല.
അപ്പോൾ അവരങ്ങ് ഉള്ളിലേക്കൊക്കെ പോയിട്ട് ഫുൾ ഇതാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഐസായാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്, അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സ്വിമ്മിങ് പൂളിൽ നിന്ന് ഇറങ്ങി അത് ക്ലോസ് ആയതിന് ശേഷം നമ്മളിങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ നടക്കാം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളുടെ ഡ്രസ്സൊക്കെ മാറ്റി തലയൊക്കെ തോർത്തി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വന്ന പോലെ ഫുള്ളിങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മളെ നാട്ടിൽ മറ്റേ കാട്ടിനുള്ളിൽ വന്നൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ദേ അവിടെ കണ്ട ഒരു ബർത്ത്ഡേ പാർട്ടി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ BBQ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ ഫ്രൂട്ട്സും ചിപ്സും ജ്യൂസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വിശന്ന് പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരുപാട് ഏരിയ ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ് പോലെ ഇങ്ങനെ തടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്മുടെ ടോപ്പിലേക്ക് കയറിയിട്ട് നോക്കുമ്പോൾ അവിടെ ഫുള്ള് നമുക്ക് നല്ലൊരു വ്യൂ ആണ്. രാത്രിയും കൂടി ആയിരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. ആ ഒരു ഫുള്ളിങ്ങനെ ലൈറ്റിങ്ങും അതിനുള്ളിൽ നോക്കുമ്പോഴേക്കും ഈ പാർക്ക് ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും ആ ഒരു ബിൽഡിങ്ങും ഒക്കെ ഈ ഒരു സമയത്ത് രാത്രി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ടോപ്പിലൊക്കെ കയറിയിട്ട് ഫുള്ളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അടുത്തിങ്ങനെ മറ്റേ സ്വിങ്ങും സ്ലൈഡും ഒക്കെ ഇരിക്കുന്നത് രണ്ടുപേരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനിപ്പോൾ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബഹളമായിരുന്നു. പിന്നെ ക്ലൈമറ്റും അത്യാവശ്യം ചൂട് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ചൂടൊക്കെ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഇവർ ഇങ്ങനെ സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് രണ്ടുപേർക്കും വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കാല് വെച്ചപ്പോൾ തന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ BBQ ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ടെൻറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. BBQ ഒക്കെ സൈഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ ഇങ്ങനെ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അവിടെ ഭാഗത്തായിട്ടൊരു ബീച്ചും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇച്ചിരി നടക്കണം എന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ബീച്ച് പിന്നെ കോർണിഷൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഏരിയയിൽ. അപ്പോൾ പിന്നെ ഒരു ഇങ്ങനെ പാർക്കിൻ്റെ അവിടെ പാർക്കായിട്ടല്ല ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് കേട്ടോ. ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ലൈഡും പിന്നെ സ്വിങ്ങും അങ്ങനെ ആയിട്ട്, അപ്പോൾ ഇതും പിന്നെ വേറൊരു സ്ഥലത്തായിട്ട് അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു കിഡ്സിൻ്റെ ഈ ഒരു സെക്ഷൻ ടോയ്സിൻ്റെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത് ഈ സ്ലൈഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കേറ്റിങ്ങിനായിട്ടുള്ള ഒരു സൈഡിൽ ഇങ്ങനെ സ്കേറ്റിങ്ങിനായിട്ടുള്ള സെക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വലിയ 2-3 പേര് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മക്കൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു. പിന്നെ ഇങ്ങനെ ഈ പാർക്കിലേക്കും ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും വീട്ടിലേക്ക് പോകണ്ട. അവിടെ പിന്നെ ഫുള്ള് കളിയും ബഹളവും ഒക്കെ തന്നെയാണ്. ഇവിടുന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പം അടുത്തൊരു സെക്ഷൻ കാണും, പിന്നെ അവിടെ കയറി കളിയാകും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ പറയുന്ന മാതിരി നമ്മൾ റൂമിലൊക്കെ അടച്ചിരിക്കുന്നതാണല്ലോ, ഇതുപോലെ ഇറങ്ങുമ്പോൾ ഇവർക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു റൗണ്ട് സംഭവത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി പോകും കേട്ടോ. അവസാനം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്പീഡിലങ്ങ് കറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ പേടിച്ചവിടെ കിടന്ന് വിളിയായിരുന്നു. പിന്നെ പതിയെ അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡിലങ്ങ് കറങ്ങിപ്പോയി.
അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് രണ്ടുപേരും ഒക്കെ കളിച്ചതിന് ശേഷം പിന്നെ പതിയെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക്. പോയി നമ്മൾ പുറത്തുനിന്ന് ഗ്രില്ലും കുബൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ കഴിക്കുക ചെയ്തത്. പോയിട്ട് രണ്ടുപേരെയും ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവർക്കും ബൈ. അസ്സലാമു അലൈക്കും.